ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന്റെയും മറ്റൊരു പെൺകുട്ടിയുടെയും വിവാഹം നടത്താൻ പോകുന്നു എന്ന തന്റെ തീരുമാനത്തെക്കുറിച്ച് ഉടൻ തന്നെ സത്യഭാമ ശാരദാമ്മയെ വിളിച്ചറിയിക്കുന്നു. വിഷ്ണു സത്യഭാമയോട് തട്ടിക്കയറുകയും എന്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് സമൂഹ വിവാഹത്തിൽ ആ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിപ്പോയെങ്കിൽ പകരമായി സ്വന്തം മകന്റെ ജീവിതമല്ല വെച്ച് നീട്ടേണ്ടത്, മറിച്ച് ആ പെൺകുട്ടിക്ക് അനുയോജ്യനായ മറ്റൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തി ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് ഒരു അമ്മ ചെയ്യേണ്ട പ്രവൃത്തി. അല്ലാതെ സ്വന്തം മകന്റെ ജീവിതം തകർത്ത് കളയാനല്ല നോക്കേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിഷ്ണു അവിടെ നിന്ന് പോകുന്നു. വിഷ്ണുവിന്റെ ദേഷ്യവും ബഹളവും കണ്ട സത്യഭാമ പറഞ്ഞു, പിന്നെ നീ ആർക്കു വേണ്ടിയാ കാത്തിരിക്കുന്നത്? നിന്റെ ഭാര്യ നിന്നെ വഞ്ചിച്ചു പോയതല്ലേ, എന്നിട്ടാണോ നീ ഇപ്പോ ഇത്രയും ശോഭിതനാകുന്നത്? എന്തായാലും ഇനി അവളെ നിന്റെ ജീവിതത്തിൽ ആവശ്യമില്ല. എന്താണെങ്കിലും നിനക്കൊരു നല്ല ജീവിതം വേണ്ടേ എന്ന് സത്യഭാമ അറിയിക്കുമ്പോൾ, തൽക്കാലം ഞാൻ അതിനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്കതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിഷ്ണു ബാൽക്കണിയിലേക്ക് പോന്നു. അവിടെ ഇരുന്ന കസേരകളൊക്കെ ചവിട്ടി വലിച്ചെറിയുന്നു. അതിനുശേഷം എന്തായാലും തന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് സത്യഭാമ രാഘവൻ നായരോടും അറിയിച്ചു. പിന്നീട് ഉടനെ തന്നെ സത്യഭാമ ശാരദാമ്മയെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മകളുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ വേർപെടുത്താൻ പോകുന്നു എന്ന്. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. ശാലിനിയുമായി ഇത്രയേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിന്റെ മറ്റൊരു വിവാഹം നീ നടത്താൻ പോകുന്നത് നിയമപരമായി തെറ്റായ കാര്യമാണ്. ആദ്യത്തെ ഭാര്യയുമായിട്ടുള്ള വിവാഹബന്ധം ഇപ്പോഴും നിയമപരമായി വേർപെടുത്തിയിട്ടില്ല. ആ നിലയ്ക്ക് വിഷ്ണുവിന്റെ ഭാര്യയാണ് ഇപ്പോഴും ശാലിനി, അത് മറക്കണ്ട എന്ന് സത്യഭാമയോട് രാഘവനാർ പറഞ്ഞതനുസരിച്ച് ഉടൻ തന്നെ സത്യഭാമ ശാരദാമ്മയെ വിളിച്ച് എത്രയും വേഗം നിങ്ങളുടെ മകളുമായിട്ടുള്ള എന്റെ വിഷ്ണുവിന്റെ ബന്ധം അവസാനിപ്പിക്കണമെന്നും അതിന് ഡിവോഴ്സ് പേപ്പറിൽ അവളോട് സൈൻ ചെയ്യാൻ പറയണമെന്നും ശാരദാമ്മയോട് സത്യഭാമ വിളിച്ചറിയിച്ചു. ഉടനെ തന്നെ ഞാൻ വിഷ്ണുവിന്റെ മറ്റൊരു വിവാഹം നടത്താൻ പോവുകയാണെന്ന് സത്യഭാമ പറഞ്ഞത് കേട്ട് ശാരദാമ്മ ആകെ വിഷമത്തിലായി. ശാലിനിയോട് ശാരദാമ്മ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇന്ന് നടന്ന സമൂഹ വിവാഹത്തിൽ വെച്ച് ആ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിയതിന്റെ പേരിൽ വെല്ലുവിളിച്ച് തന്റെ മുന്നിൽ വെച്ചാണെന്നും തന്നോടുള്ള വാശിയാണ് സത്യാമ്മ തീർക്കുന്നതെന്നും ശാലിനി അറിയിക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, ശാലിനി, നാളെ തന്നെ ക്ഷേത്രത്തിൽ വെച്ച് ശാരദാമ്മയും സത്യാമ്മയും വിഷ്ണുവിനെയും കാണണം. എല്ലാ കാര്യങ്ങളും നീ വിഷ്ണുവിനോട് തുറന്ന് പറഞ്ഞിരിക്കണം. എല്ലാ സത്യവും വിഷ്ണു അറിയണം എന്ന് ശാരദാമ്മ ശാലിനിയോട് അറിയിക്കുന്നു. അതിൻ പ്രകാരം അടുത്ത ദിവസം തന്നെ ക്ഷേത്രത്തിൽ വെച്ച് ഒരു കൂടിക്കാഴ്ചയ്ക്ക് താൻ തയ്യാറാണ് എന്ന് ശാലിനി വിഷ്ണുവിനെയും സത്യഭാമയെയും അറിയിക്കുന്നു. ശാരദാമ്മ പറഞ്ഞതിന് പ്രകാരം അടുത്ത ദിവസം താൻ അവിടേക്ക് വരാമെന്നും ആ ക്ഷേത്രത്തിൽ വെച്ച് എല്ലാ സത്യങ്ങളും ശാലിനി പറയണമെന്നും ഈ ഒരു അവസരം കൂടിയേ ശാലിനിക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും ശാലിനി പറയുന്നുവെന്നും ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഞങ്ങൾക്ക് അതൊന്നും ശാലിനി പറയുന്നതൊന്നും ബോധ്യപ്പെടുന്നില്ല എങ്കിൽ പിന്നെ ശാലിനി ഞങ്ങൾ പറയുന്ന ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യേണ്ടി വരുമെന്നും സത്യഭാമ ശാരദാമ്മയെ അറിയിക്കുന്നു. പിറ്റേ ദിവസം വിഷ്ണുവും സത്യഭാമയും ക്ഷേത്രത്തിൽ വന്നെത്തുന്നു. ശാലിനി വരാനായി അവർ കാത്തു നിൽക്കുകയും ശാലിനി സത്യങ്ങൾ പറയുവാനായി ക്ഷേത്രത്തിലേക്ക് വന്നെത്തി. ഈ സമയത്ത് സത്യഭാമയെ കാണുവാനായി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവിടേക്ക് സത്യഭാമയ്ക്കരികിലേക്ക് മിനിസ്റ്റർ വെൺകായം ഷൺമുഖദാസ് എത്തുന്നു. ദാസ് സത്യഭാമയോട് പറയുന്നത്, സത്യാമ്മേ, നമ്മുടെ മരമുറിക്കൽ ബിസിനസ് അത് തൽക്കാലം ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ്. ചില പ്രൈവറ്റ് ന്യൂസ് ചാനൽമാര്, യൂട്യൂബ് ചാനൽമാര് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അങ്ങനെ ചില ന്യൂസ് ചാനലുകൾ ഇവിടേക്ക് വന്നെന്നിരിക്കും. രോഹിത് ആണല്ലോ ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. രോഹിത്തിന്റെ പേരിൽ കരാറുള്ളതിനാൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ രോഹിത് ബാധ്യസ്ഥനും കൂടിയാണ് എന്നും രോഹിത് അത് മറുപടി നൽകണമെന്നും പ്രശ്നങ്ങളില്ലാതെ എല്ലാം നയപരമായ രീതിയിൽ നമുക്കും ആ സർക്കാരിനും പ്രശ്നമില്ലാത്ത രീതിയിൽ അവർക്ക് മറുപടി നൽകി അവരെ പറഞ്ഞയക്കണമെന്ന് ഷൺമുഖദാസ് പറഞ്ഞ അനുസരിച്ച് സത്യഭാമ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു. എന്നാൽ ഈ വരാൻ പോകുന്നത് വലിയൊരു കുരുക്കാണെന്നും ശരിക്കും സത്യഭാമയെയും രോഹിത്തിനെയും മനഃപൂർവ്വം ഉപേന്ദ്രൻ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള സത്യാവസ്ഥ തിരിച്ചറിയാതെ സത്യഭാമ തന്റെ മുന്നിലേക്ക് വന്ന ഉപേന്ദ്രനെ കണ്ണുമടച്ച് വിശ്വസിച്ചതിന്റെ ഫലമായിട്ട് രാഘവൻ നായർ പറഞ്ഞ മുന്നറിയിപ്പ് പോലും വകവയ്ക്കാതിരുന്നതിന്റെ തിരിച്ചടിയായിട്ട് വലിയൊരു തകർച്ച തന്നെ സത്യഭാമയ്ക്ക് നേരെ വരാൻ പോകുന്നു എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയ ശാലിനി അക്കാര്യം കൂടി സത്യഭാമയെയും വിഷ്ണുവിനെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്നുള്ള തീരുമാനത്തിൽ ക്ഷേത്രത്തിലേക്ക് വന്നെത്തുന്നു.